NDAയിൽ ഭിന്നിപ്പ് അതിരൂക്ഷമാവുകയാണ്. ഐക്യ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ അവരെടുക്കുന്ന തീരുമാനമായിരിക്കണം അന്തിമം എന്നൊരു വാശിയുണ്ട്. അല്ലാതെ BJPയുടെ കാര്യങ്ങൾ അതുപോലെ നിഷ്കർഷിക്കാൻ ഒരിക്കലും ഐക്യ ജനതാദൾ സാമാജികർ തയ്യാറാകില്ല. 45ഓളം MLA-മാർ JDU-നുണ്ട്, 84 MLA-മാർ BJPക്കും. എന്നാൽ അവിടെ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ, ബീഹാർ നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ ഐക്യ ജനതാദൾ കൂടി ഉണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ എത്ര സീറ്റുകൾ വാരി എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ BJPക്ക് 240 സീറ്റേ ഉള്ളൂ. അവർക്ക് സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ഒരു സുപ്രധാന തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബീഹാറിലും BJPയുടെ അവസ്ഥ. BJP ലക്ഷ്യം വെക്കുന്നത് BJPയുടെ ഒരു മുഖ്യമന്ത്രി ബീഹാർ ഭരിക്കുകയും കേന്ദ്ര നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ 12 കോടിയോളം ജനതയുള്ള ബീഹാർ നിയമസഭയിൽ BJPക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തം. 84 സീറ്റുകൾ ഇപ്പോൾ ഉള്ളത് വാസ്തവത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പലയിടത്തും BJP വലിയ രീതിയിലുള്ള മാനിപ്പുലേഷൻ നടത്തി ജയിച്ചത് കൊണ്ടാണ് എന്ന് വെറുതെ പറയുന്നതല്ല. തേജസ്വി യാദവ് കണക്കുകൾ സഹിതം നിരത്തിയാണ് BJPക്കെതിരെ നീങ്ങുന്നത്. അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് പറഞ്ഞു വേണമെങ്കിൽ BJPക്ക് നിഷേധിക്കാം. പക്ഷേ ഐക്യ ജനതാദൾ വഖഫ് നിയമ ഭേദഗതിയെ അംഗീകരിക്കുന്നില്ല. നിതീഷ് കുമാറിനോടൊപ്പം നിന്ന പല നേതാക്കന്മാരും ഐക്യ ജനതാദൾ വിട്ട് RJDയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ചേർന്നു. ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം നടന്നാൽ ഐക്യ ജനതാദളിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനകത്ത് മുസ്ലിം വിഭാഗത്തിലുള്ള നേതാക്കൾ മാത്രമല്ല ഉള്ളത് എന്നുള്ളതാണ് ഐക്യ ജനതാദളിന് ഏറ്റവും വലിയ ഭീഷണി. നിരവധിയായിട്ടുള്ള മതേതരവാദികൾ ഐക്യ ജനതാദൾ വിട്ടുകൊണ്ടിരിക്കുന്നു. അവർ കൃത്യമായി പറയുന്നു, നിങ്ങൾ മഹാഗഡ്ബന്ധനുമായി സഹകരിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലം ഐക്യ ജനതാദളിന് BJPയുടെ അജണ്ടകൾ അതേപടി പാലിക്കാനേ കഴിയുകയുള്ളൂ. സ്വത്വം നഷ്ടപ്പെട്ട രീതിയിലേക്കാണ് JDU പരിതപിച്ചിരിക്കുന്നത്. മഹാഗഡ്ബന്ധൻ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഐക്യ ജനതാദളിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. കൃത്യമായി കാര്യങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ നിതീഷിന് തീരുമാനമായി എടുക്കാം. അത് നടപ്പിലാക്കാൻ RJDയുടെ കൂടി പിന്തുണയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് നിതീഷ് ഭരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ അവിടെ നിയമ സംവിധാനമെല്ലാം BJPക്ക് അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിലെ ആഭ്യന്തര കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് BJPയാണ്. BJP പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ കൈക്കലാക്കി കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് മന്ത്രിമാർ മാത്രമേ ഐക്യ ജനതാദളിനുള്ളൂ. ഇത്തരത്തിലാണ് നീങ്ങുന്നതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുനരാലോചിക്കേണ്ടി വരും എന്ന നിതീഷിന്റെ ആ ഒരൊറ്റ വാക്ക് തന്നെ BJPയെ അവതാളത്തിലാക്കുന്നതാണ്.